അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാൾക്ക് പൈശാചിക ബാധ ഉണ്ടായാൽ അവർക്ക് ഏറ്റവും ചികിത്സിക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ് വിശുദ്ധ ഖുർആൻ. ധാരാളം ഖുർആൻ പാരായണം അവർക്ക് കേൾപ്പിക്കുക. നിങ്ങളുടെ വീട്ടിൽ പൈശാചിക ബാധയുള്ള ഒരു സ്ത്രീയുണ്ടോ, ഒരു പുരുഷനുണ്ടോ? പേടിക്കേണ്ടതില്ല. അവരെ പൂർണ്ണമായ വുളുഓടുകൂടി ഒരു സ്ഥലത്ത് ഇരുത്തുക. ഇനി വുളു ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവർ ഒരു സ്ഥലത്ത് ഇരുത്തി അവരുടെ രണ്ട് ചെവിയുടെ ഭാഗത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഓത്ത് ഉറക്കെ കേൾപ്പിക്കുക. രണ്ട് ചെവിയുടെ ഭാഗത്തിലിരുന്ന് രണ്ടുപേര് വിശുദ്ധ ഖുർആൻ ഉറക്കെ ഓതുമ്പോൾ വല്ലാത്ത അളക്കം പിശാചു ബാധിച്ചവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് ഉറക്കെ വാങ്ക് വിളിക്കുക. അവരുടെ രണ്ട് ചെവിയുടെ ഭാഗത്ത് ഉറക്കെ വാങ്ക് വിളിക്കുക. ആയത്തുൽ കുർസി ഓതി ചെവിയിൽ ഓതുക. വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം എന്നത് ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് വല്ലാത്ത നിലക്ക് ഇളകുകയും അട്ടഹസിക്കുകയും ചെയ്യും. നിർത്തരുത്. ആ ശരീരത്തിൽ നിന്ന് പിശാച് എന്നേക്കുമായി ഓടിമറയുക തന്നെ ചെയ്യും. അതുപോലെ സൂറത്തുൽ ജിന്ന് പാരായണം ചെയ്യുക. ഉറക്കെ പാരായണം ചെയ്യണം. പൈശാചിക ബാധയുള്ളവരുടെ മുമ്പിൽ വെച്ച് ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിൻ്റെ മുഅ്ജിസത്ത് കൊണ്ട്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് പിശാചിന് അവിടെ നിൽക്കാൻ പറ്റൂല. വല്ലാത്ത നിലക്ക് അട്ടഹസിക്കും, കൂക്കി വിളിക്കും, കരയും, പൊട്ടിച്ചിരിക്കും, എല്ലാം ഉണ്ടാകും. ആ സമയത്തും ഓത്ത് നിർത്താൻ പാടില്ല. ആവർത്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി ആവർത്തിച്ച് ഓതുക. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ ഈ പൈശാചിക ബാധയുള്ളവരുടെ മുമ്പിൽ വെച്ച് ഉറക്കെ പാരായണം ചെയ്യുക. ഈ പാരായണം ചെയ്യുന്നത് വെള്ളത്തിലൂതി ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതണം. ആ വെള്ളം പൈശാചിക ബാധയുള്ളവരുടെ മുഖത്ത് കുടയുക, തലയിൽ ഒഴിക്കുക. ഇൻഷാ അല്ലാ ഖുർആനിൻ്റെ മുമ്പിൽ ആ പിശാച് തോറ്റുപോവുക തന്നെ ചെയ്യും. അതിന് വിജയിക്കാൻ പറ്റൂല. എന്നേക്കുമായി ഖുർആനിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആ പിശാച് ഇറങ്ങി ഓടുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാ പ്രയാസപ്പെടുന്നവർ ഈ ചികിത്സ നടത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.